ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് നാൾ മുന്നത്തോടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിൽ കിടക്കണോണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഇത് നമ്മൾ ഒരു ദിവസം വൈകുന്നേരം കറിയായിട്ട് ചെമ്മീൻ ചാറുണ്ടായിരുന്നു, ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒലത്താനായിട്ട് വേണ്ടേ എന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊന്ന് ഒലത്താന്ന് വിചാരിച്ചു. ഒലത്തല്ല കേട്ടോ, ശരിക്കും ഇത് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഒലത്തിനേലും ടേസ്റ്റ് മെഴുക്ക് പുരട്ടിയാണ് ഗൈസ്. വേറെ ഒരു പണിയില്ല, ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, 2 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ചെറുള്ളിയാണ് കേട്ടോ ഞാൻ ഇതിലിടുന്നത്. സവാള ഇടരുത്, ചെറുള്ളി ഇടുക, 2-3 ഇടുക ചെറുള്ളി. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും ഇത് മാത്രം ആഡ് ആക്കിയാൽ മതി കേട്ടോ. പച്ചമുളക് വേണ്ട, നമുക്ക് മുളക് പൊടി ഇടാം. പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലെ മുഴ കണ്ടില്ലേ, അത് ഞാൻ ഡോക്ടർ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ സർജറി ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് വേദനയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അത് കുറയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്തിട്ടാണ് അതെന്താവോ എന്തോ. എനിക്കിട്ടൊരു കുരിശാണ് ആ ഒരു മുഴ, അതിനി എന്താവോ എന്തോ. അങ്ങനെ അതൊക്കെ പോട്ടെ. അതിനുശേഷം എന്ത് ചെയ്യുക, അതൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ആ ഒരു ചീനച്ചട്ടിയിൽ വെള്ളം വറ്റാനൊന്നും എനിക്ക് സമയമില്ല കേട്ടോ. സമയമില്ല, എനിക്ക് ക്ഷമ ഉണ്ടായില്ല. അപ്പം ഞാൻ അവിടെയുള്ള ഒരു തുറത്ത് ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ച് കളഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറിനൊക്കെ വിസിലൊക്കെ മാറിയിട്ട് ചോറൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം എനിക്ക് എപ്പോഴും പണി ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം പണിയില്ല എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏറ്റെടുക്കാറുണ്ട് പണികൾ. അപ്പോൾ സുചേട്ടൻ പറഞ്ഞ് മറ്റേ എന്തിട്ടാണ് ഉരുളക്കിഴങ്ങ് കൊളുത്തിയില്ലെങ്കിലും സാരില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉരുളക്കിഴങ്ങ് കൊളുത്ത് തിന്നാനായിട്ട് തോന്നി, മെഴുക്ക് പറ്റി തിന്നാനായിട്ട് തോന്നിയതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകിടുക, കടുകിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്ന് ഇട്ടിട്ട് മൂപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കാൻ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കുക. തീ വളരെ കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ, ഏറ്റവും കുറച്ച് ഇടുക. എന്നിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. പച്ചക്കറികളെല്ലാം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കണ്ട വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ഇത് വെക്കുമ്പോൾ വല്ല ടേസ്റ്റ് ഉണ്ടാകും, ഇതല്ലേ ടേസ്റ്റ് ഉള്ളൂ. വൈകിയ വേളയിലാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു, അതവിടെ ആവണ നേരം കൊണ്ട് സൂചിച്ചേട്ടൻ കക്കരിക്ക മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുരു മുഴുവൻ ഇട്ടിട്ട് കുറേയൊക്കെ തുപ്പിക്കളയേണ്ടി വന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുരുവൊന്നും എടുക്കണില്ല. കുരു ഇട്ടാലൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ എടുക്കുന്നില്ല, കാരണം തുപ്പാനിക്ക് വയ്യ ഗൈസ്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിത് നല്ല വെണ്ണ പോലെ, കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് പഴുപ്പ് കുറവായിരുന്നു, ഇത് നല്ലോണം പഴുത്ത് താനെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്ക് ആ വെണ്ണ പോലുള്ള ഒരു ഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വായിലിട്ട് കഴിഞ്ഞിങ്ങനെ അലിഞ്ഞു പോണ ടൈപ്പ് സംഭവമല്ലേ. കക്കരിക്ക പണ്ടേ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം, കക്കരിക്ക, കുമ്മട്ടിങ്ങ, അതൊക്കെ ഒരു സീസണിൽ വരുന്ന സംഭവങ്ങളല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, കുരുവൊക്കെ കളഞ്ഞ് ബാക്കി ആ ഒരു ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. നല്ല തണുത്ത വെള്ളത്തിൽ അടിച്ചെടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ തണുത്തുള്ളുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സാധാ വെള്ളം ഇട്ടിട്ട് ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് സൂചിച്ചേട്ടൻ വരുമ്പോൾക്ക് നല്ല തണുപ്പിൽ നല്ല സെറ്റായിട്ടിരിക്കും. ആളിങ്ങനെ അവശതയായിട്ട് ചൂടത്ത് വരുമ്പോൾ ഇത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ആളുടെ ഒരു ഹാപ്പി, അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ അടിച്ചു വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, രാത്രിയിലത്തെ എൻ്റെ മൊത്തം പണികളാണ് ഞാൻ കാണിക്കുന്നത്. രാത്രിയിൽ എനിക്ക് ഇത്രയും പണികൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കുന്നു. ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത്തിരി ലെങ്ത് ഉള്ളതുകൊണ്ട് വീഡിയോ ആക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ചോറ് ഊറ്റാനായിട്ട് ഞാൻ അങ്ങനെ തന്നെ അവിടെ ഇരിക്കാറില്ല. ചോറ് ഊറ്റുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള പണികളിലായിരിക്കും ചോറ് ഊറ്റുന്നത്. അതാകുമ്പോൾ അതും കഴിയും, മറ്റു പണികളും കഴിയുമല്ലോ. അതിനുശേഷം എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് നോക്കാനായിട്ട് പോകുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഏകദേശം ആയിട്ടുണ്ട്. ഒന്നിക്കി നോക്കുമ്പോൾ നല്ല പോലെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അത് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉലത്തുന്നത് എല്ലാവർക്കും അറിയാം, പക്ഷേ ചിലവരൊക്കെ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും ഇതാക്കുക. പക്ഷേ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് പോകും. ഒരു പച്ചക്കറിയും നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഇട്ടിട്ട് ഇതാക്കേണ്ട കാര്യമില്ല, അത് ആവി തന്നെ വെന്തോളൂ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പരുവം ഇതാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. കാരണം ഞാനിപ്പോഴല്ലേ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ പോകാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയുള്ള കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ചേട്ടാ, ബൈ, സീ യു.